ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കുന്നത് മിനാട്ടോൻ്റെ മാങ്കൻ്റെ പാർട്ട് 1 ആയിട്ടാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഫിഫ്ത്ത് ടൈൽഡ് ബീസ്റ്റും ഫോർത്ത് ടൈൽഡ് ബീസ്റ്റും കൂടെ ചേർന്നിട്ട് ജിറയുടെ ടീമിനെതിരെ ടൈൽഡ് ബീസ്റ്റ് ബോംബ് ആക്റ്റീവ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ഫിഫ്ത്ത് ടൈൽഡ് ബീസ്റ്റിൻ്റെ ചിഞ്ചുറുക്കി ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ നയൽറ്റീനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങളോട് തോറ്റുപോകും, നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവർ ടൈൽഡ് ബീസ്റ്റ് ബോംബ് ആക്റ്റീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ മിനാട്ടോ അവൻ്റെ ഫ്ലൈയിങ് റേജൻ ജിപ്സ് യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് ടെലിപ്പോർട്ട് ആകുന്നുണ്ട്. അപ്പോൾ തന്നെ ജിറയുടെ ടീമിലൊരുത്തൻ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ മരിച്ചു പോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ടീമിലുള്ള വേറൊരുത്തൻ പറയുന്നുണ്ട്, ഇല്ല നമ്മൾ മിനാട്ടോയുടെ ഫ്ലൈയിങ് റേജൻ ജിപ്സ് യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് ടെലിപ്പോർട്ട് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മിനാട്ടോനെ കാണിക്കുന്നുണ്ട്. മിനാട്ടോ പറയുന്നുണ്ട്, അപ്പോൾ ഇതാണോ ടൈൽഡ് ബീസ്റ്റിൻ്റെ പവർ? അപ്പോൾ ഇതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ പവർഫുള്ളായ ഒന്നാണ് കുഷീനയുടെ ഉള്ളിലുള്ള ആ ടൈൽഡ് ബീസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ കുഷീനെ കാണിക്കുന്നുണ്ട്. കുഷീനേൻ്റെ ഉള്ളിലുള്ള ഹേറ്റിനെ നയൻറ്റേൽ കൺട്രോൾ എടുത്തിട്ട് അവളെ കൺട്രോൾ ചെയ്യാനുള്ള പരിപാടിയിലാണ് നയൻറ്റേൽ. അപ്പോൾ തന്നെ അവളത് ആ ഡ്രീമിൽ നിന്ന് ഉണരുന്നുണ്ട്. അപ്പോഴാണ് ഒരു ചിഞ്ചുറിക്ക് അതിന് ശേഷമുള്ള കുഷീനേൻ്റെ ലൈഫ് കാണിക്കുന്നത്. കുഷീനേൻ്റെ ഒപ്പം തന്നെ അൻപുലെ 2 മെമ്പേഴ്സ് അവളുടെ കൂടെ ഉണ്ടാവും. പോരാത്തതിന് ലീഫ് വില്ലേജിന് ചുറ്റും കുഷീനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബാരിയർ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലീഫ് വില്ലേജ് വിട്ടിട്ട് അവൾക്ക് പുറമേക്ക് എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഇവൾ പോകുന്നത് എങ്ങോട്ടാ വെച്ചാൽ മിനാട്ടോൻ്റെ അടുത്തേക്കാണ്. ഉസുമാക്കി ക്ലയൻ്റെ കുറച്ച് സീലിംഗ് ജിപ്സ് മിനാട്ടോയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മിനാട്ടോൻ്റെ അടുത്തേക്ക് കുഷീന പോകുന്നത്. അപ്പോൾ തന്നെ കുഷീന മിനാട്ടോന് പറയുന്നുണ്ട്, മിനാട്ടോ ഇനി നീ ഉസുമാക്കി ക്ലയൻ്റെ സീലിംഗ് ചിപ്സിനെ കുറിച്ച് അറിയാനുണ്ട്. പിന്നെ കുഷീന പറയും, എനിക്കറിയാവുന്ന ചിപ്സൊക്കെ ഞാൻ നിനക്ക് ഇപ്പോൾ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മിനാട്ടോ പറയുന്നു, സോറി കുഷീന, എനിക്ക് നിന്റെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റില്ല, എനിക്ക് അർജൻറ്റായിട്ട് ഇന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടെന്ന് കുഷീനയ്ക്കൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട്. നീ എന്താ പറഞ്ഞത്? നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ, നീ ആരെ കാണാനാ പോകുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിനാട്ടോ പറയുന്നുണ്ട്, നീ ടെൻഷൻ ആവില്ലേ, ഞാൻ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് തന്നെയാണ് പോകുന്നത്, പക്ഷേ ഇന്ന് നിന്റെ കൂടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ആപത്താകും, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന കുഷീനയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. അവൾ മിനാട്ടോനെ തല്ലാൻ പോകുന്ന സമയത്ത് കുറച്ച് ടീം അങ്ങോട്ട് വരുന്നുണ്ട്. അവർ മിനാട്ടോനോട് പറയുന്നുണ്ട്, മിനാട്ടോ നിന്നെ തീട് ഹൊക്കൊക്കെ ആയിട്ടുള്ള ഇറൂസൻ സെറട്ടോബി വിളിക്കുന്നുണ്ട്, നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ കുഷീന അങ്ങോട്ട് ചവിട്ടി നിൽക്കാൻ പോകുന്ന സമയത്ത് തന്നെ അവിടെ ആ ബാരിയർ അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. ആ ബാരിയർ ഇട്ടിട്ട് അവൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല, എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ സങ്കടത്തിനാണ് അവൾ. ആ ബാരിയർ എന്ന് പറയുന്നത് ഉസുമാക്കി ക്ലയൻ്റെ സിമ്പിൾ പോലെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു വിഷമത്തിൽ അവളിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവളുടെ കുറച്ച് പഴയ കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നത്. അവൾ നമ്മളെ മീറ്റോ ഉസുമാക്കി ഇല്ലേ, അതായത് ഈ മീറ്റോ ഉസുമാക്കിയാണ് നയൻറ്റീൻ്റെ ഫസ്റ്റ് ചിഞ്ചുറിക്കും ആഷിറാമേൻ്റെ വൈഫ് എന്ന് പറയുന്നത്. മീറ്റോ ഉസുമാക്കി കുഷീനോട് പറയുന്നുണ്ട്, കുഷീന ഒരു നയൻറ്റീൽ ചിഞ്ചുറിക്ക് അവളുടെ ലവിനെ തന്നെ അവൾ കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ അവൾ ഏറ്റവും കൂടുതൽ പവർഫുൾ ആവത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കുഷീന അവളുടെ സീലിംഗ് ജിപ്സ് യൂസ് ചെയ്തിട്ട് 2 അൻപോ ബ്ലാക്ക് ഓപ്സിനെ അവൾ അടിച്ചു തോൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ മിനാട്ടോൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവൾ ആ ബാരിയർ മറികടന്നപ്പോഴാണ് ശരിക്കും നയൻറ്റീൽ അവളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത്. നയൻറ്റീൽ അവളെ മനസ്സിലുള്ള ആ വെറുപ്പിനെ ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നീ ആരെയും വിശ്വസിക്കരുത്, നീ നിന്റെ വെറുപ്പിനെ പുറത്ത് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ആ നേരം ജിറയും മിനാട്ടോയും പ്ലേയിങ് ഗ്രൗണ്ടിലാണുള്ളത്. ജിറയ മിനാട്ടോനോട് പറയുന്നുണ്ട്, നീ നോക്ക് മിനാട്ടോ, നിനക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറേ നേരമായി എന്ത് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. ഇവർ രണ്ടാളും ഇപ്പോൾ റസങ്ങനെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ തന്നെ ജിറയ ഒരു കാര്യം മിനാട്ടോനോട് പറയുന്നുണ്ട്, നീ നോക്ക്, ആ കറങ്ങുന്ന ആ ഡയറക്ഷൻ, നിന്റെ ചക്രഫ്ലോ കറങ്ങുന്ന ആ ഡയറക്ഷൻ നിന്റെ ഹെയർ കറങ്ങുന്നത് പോലെ നീ അസ്യൂം ചെയ്യും, അപ്പോൾ തന്നെ നിനക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിനാട്ടോനോട് ജിറയ ഒരു ഈസി ആയിട്ടുള്ള മെത്തഡിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന മിനാട്ടോ ഇത് ഉള്ളതാണോ മാമ എന്ന് ജിറയിനോട് തന്നെ ഒരു അതിശയത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിറയ പറയുന്നുണ്ട്, എടാ ചെറുക്ക, ഞാനിങ്ങനെയാണ് എൻ്റെ ചക്രഫ്ലോനൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ജിറയ, ഞാനിങ്ങനെയാണ് എൻ്റെ ചക്രഫ്ലോനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, നീ നോക്ക്, നിൻ്റെ തലമുടി നോക്കിയിട്ട് ഞാൻ പറയാം നിൻ്റെ ചക്രഫ്ലോ എങ്ങനെയാണെന്ന്. പക്ഷേ ജിറയ നേരെ മിനാട്ടോൻ്റെ തലമുടി നോക്കിയ സമയത്താണ് ജിറയ ആകെ വണ്ടറടിച്ചു പോകുന്നത്. കാരണം മിനാട്ടോൻ്റെ തലമുടി ഒരു സൈഡിലേക്ക് മാത്രമല്ല റൊട്ടേറ്റ് ആകുന്നത്, അവൻ്റെ തലമുടി 2 വ്യത്യസ്ത ഡയറക്ഷനിലേക്കാണ് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. മിനാട്ടോ ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങോട്ടാണ് എൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിറയ പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് നേരം ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ നറൂട്ടോയ്ക്ക് കൊടുക്കുന്ന ഐസില്ലേ, അതിൽ ജിറയ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് പൊട്ടിച്ച് മിനാട്ടോനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഏതാ വേണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മിനാട്ടോ പറയുന്നുണ്ട്, രണ്ടും ഒന്ന് തന്നെയല്ലെന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മിനാട്ടോൻ്റെ മനസ്സിൽ എന്തൊരു ഐഡിയ കത്തുന്നുണ്ട്. അപ്പം തന്നെ ജിറയോട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ജിറയ ചോദിക്കുന്നുണ്ട്, എടാ ചെറുക്ക, ഇതൊക്കെ ഞാൻ തിന്നേണ്ടി വരില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നല്ല മിനോട്ടനെ കാണിക്കുന്നുണ്ട്. മിനോട്ട ആലോചിക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ ചുറ്റുന്നത് ഒറ്റ ഡയറക്ഷനിൽ ചുറ്റിയാൽ എന്ത് സംഭവിക്കും ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മിനാട്ടോ അവിടെ ഒരു ജിപ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ജിപ്സ് കണ്ടത് ജിറയാകെ വണ്ടറടിച്ചു പോകുന്നുണ്ട്. ഓ, എൻ്റെ ശിഷ്യൻ അടിപൊളിയാന്ന് പറയുന്നുണ്ട്. ജിറയ ചോദിക്കുന്നു, നീ എന്ത് പേരാണ് ഇതിനിടാൻ പോകുന്നത്? അപ്പം തന്നെ മുമ്പ് പറയുന്നുണ്ട്, ഐസ് പോപ്ഡ് ഇൻസ്പയർഡ് നിംബസ് ജിറയ ടിൻ വോറൽ സ്പിയർ എന്നവൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജിറയ ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എന്തൊരു പേരാണ് ഇത് പറയാൻ തന്നെ നാളെ രാവിലെ ആവുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മിനാട്ടോ ചിരിക്കുന്നുണ്ട്. ജിറയ ചോദിക്കുന്നുണ്ട്, നീ ക്രിയേറ്റ് ചെയ്തൊരു ചിപ്സിന് ഒരു പുതിയ പേരിടാൻ പോലും നിനക്ക് വിവരമില്ല എന്ന് മിനാട്ടോനോട് ജിറയ ചോദിക്കുന്നുണ്ട്. ഇത് ജിറയ പറയുന്നുണ്ട്, എനിക്കൊരു മിഷന് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ജിറയ അവിടെ നിന്ന് പോകുന്നുണ്ട്.
സോ ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുകയാണ്. നമ്മൾ ജെജെക്ക് ചെയ്യാത്തതല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇനി ഈ മാങ്കയ്ക്ക് ഒരു പാർട്ടും കൂടി ഉള്ളൂ. അതോടെ കഴിഞ്ഞാൽ ഈ ഒരു മിനാട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അനിമേ മാങ്ക ഇവിടെ തീരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് വേഗം വരാം. അതുവരെ ബൈ.